നമസ്കാരം. രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ ജന്തർ മന്ദറിലും പാർലമെന്റ് പരിസരത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അനിഷ്ട സംഭവങ്ങളും ആക്രമണങ്ങളും കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടന ആസൂത്രണം ചെയ്ത കുടില രാഷ്ട്രീയത്തിന്റെ നേർചിത്രമാണ് തെളിയിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ന്യായമായ ആശങ്കകളെ രാഷ്ട്രീയമായി മുതലെടുത്തുകൊണ്ട് തലസ്ഥാന നഗരിയെ അരാജകത്വത്തിലേക്ക് തള്ളിയിടാനാണ് അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലുള്ള CJP ശ്രമിച്ചത്. പരീക്ഷാ പരിഷ്കാരങ്ങളുടെയും ചോദ്യപേപ്പർ ചോർച്ചയുടെയും പേരിൽ രംഗത്ത് വന്ന ഈ കൂട്ടായ്മ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് പകരം സമാധാനമായ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലാണ് പ്രക്ഷോഭം നയിക്കുന്നത്. ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡായി ആരംഭിച്ച് പെട്ടെന്ന് രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങിയ CJP യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിലാണ് ആയിരക്കണക്കിന് യുവാക്കളെ ദില്ലിയുടെ തെരുവുകളിലേക്ക് ഇറക്കിവിട്ടത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം നടക്കാനിരിക്കെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഇരച്ചു കയറാനും ബാരിക്കേഡുകൾ തകർക്കാനും അണികളെ പ്രകോപിപ്പിച്ചത് അനാവശ്യമായ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമായിരുന്നു. പോലീസിന് നേരെ കല്ലെറിയുകയും പൊതുമുതലുകൾ നശിപ്പിക്കുകയും പോലീസിൻ്റെയും പൊതുജനങ്ങളുടെയും വാഹനങ്ങൾ തകർത്തു മറിച്ച് അക്രമം അഴിച്ചുവിടുകയും ചെയ്ത CJP പ്രവർത്തകരുടെ നടപടി ജനാധിപത്യപരമായ പ്രതിഷേധത്തിന് നിരക്കുന്നതല്ല എന്ന് വ്യക്തമാണ്. കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധികളുമായി ചർച്ചയ്ക്ക് വാതിലുകൾ തുറന്നിട്ടിരിക്കെ അത്തരം നയതന്ത്ര മാർഗങ്ങളെ നിഷേധിച്ച് നഗരം സ്തംഭിപ്പിക്കാനാണ് സംഘടന മുൻഗണന നൽകിയത്. മെട്രോ സർവീസുകൾ തടസ്സപ്പെടുത്തിയും വഴികളടച്ചും ദില്ലിയിലെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് യാത്രക്കാരെയും ഉദ്യോഗസ്ഥരെയും മണിക്കൂറുകളോളം വഴിയാധാരമാക്കുന്ന സമര രീതിയാണ് ഇവർ സ്വീകരിച്ചത്. പരീക്ഷാ ഏജൻസികളുടെ സുതാര്യതയും വിദ്യാർത്ഥികളുടെ ഭാവിയും സംരക്ഷിക്കുന്നതിന് പകരം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചും വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയും തലസ്ഥാനത്ത് കലാപാന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് CJP നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇതിനു പുറമെ വൻതോതിലുള്ള പബ്ലിസിറ്റിക്കും മാധ്യമ ശ്രദ്ധയ്ക്കുമായി സമാധാനപരമായ പ്രതിഷേധങ്ങളെയും വ്യക്തികളെയും ഇവർ ഉപകരണമാക്കുകയായിരുന്നുവെന്ന വിമർശനവും ശക്തമാണ്. ഒരു നയമോ കൃത്യമായ പ്രത്യയശാസ്ത്രമോ ഇല്ലാതെ വെറും ജനകീയ പ്രക്ഷോഭങ്ങളുടെ മറവിൽ പോലീസിനെ അക്രമത്തിലേക്ക് പ്രകോപിപ്പിച്ച് വാർത്തകളിൽ നിറയാൻ ശ്രമിക്കുന്ന ഇത്തരം അപകടകരമായ സംഘടനകളുടെ പ്രവർത്തനം രാജ്യത്തിൻ്റെ വികസനത്തിനും ക്രമസമാധാനത്തിനും കടുത്ത ഭീഷണിയാണ്. ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്ന രീതിയിലല്ലാതെ അക്രമ വഴിയിലൂടെ സമരം നയിച്ച CJPയുടെ നിലപാട് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന് തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ വൻ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് തൊട്ടു മുൻപ് അമേരിക്കൻ എംബസി പുറപ്പെടുവിച്ച സുരക്ഷാ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷണ രംഗത്തും വലിയ ചർച്ചകൾക്കും സംശയങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജൂലൈ 20, 21 തീയതികളിൽ ദില്ലിയിൽ വൻ ജനക്കൂട്ടം തടിച്ചുകൂടുമെന്നും കടുത്ത ഗതാഗത തടസ്സങ്ങളും സുരക്ഷാ നിയന്ത്രണങ്ങളും ഉണ്ടാകുമെന്നും കാണിച്ച് ജൂലൈ 17-നാണ് അമേരിക്കൻ എംബസി ഔദ്യോഗിക ഈ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. സാധാരണയായി വിദേശ നയതന്ത്ര കാര്യാലയങ്ങൾ തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. എങ്കിലും പ്രതിഷേധങ്ങളുടെ വ്യാപ്തിയും തീയതികളും കൃത്യമായി മുൻകൂട്ടി പ്രവചിച്ചതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നത്. ജൂലൈ 20-ന് പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ജന്തർ മന്ദറിലും പാർലമെന്റ് ഹൗസിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും വൻതോതിൽ ആളുകൾ തടിച്ചുകൂടാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ എംബസിയുടെ കുറിപ്പിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളും ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളും കോക്രോച്ച് ജനതാ പാർട്ടി അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങളും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ വലിയ പ്രക്ഷോഭങ്ങളാണ് ഈ സമയത്ത് തലസ്ഥാനത്ത് നടന്നത്. ഇതിനു പുറമെ ജൂലൈ 21-ന് ഇന്ത്യ അമേരിക്ക നിർദ്ദിഷ്ട വ്യാപാര കരാറിനെതിരെയും വിവിധ കർഷക ആവശ്യങ്ങൾ ഉന്നയിച്ചും ഏകദേശം 250ഓളം ദേശീയ കർഷക സംഘടനകളുടെ കൂട്ടായ്മ കിസാൻ ഘട്ടിൽ സംഘടിക്കാനും തീരുമാനിച്ചിരുന്നു. ഈ പ്രതിഷേധങ്ങളുടെ കൃത്യമായ സമയക്രമവും അവയുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും അമേരിക്കൻ എംബസി ദിവസങ്ങൾക്ക് മുൻപേ പരസ്യപ്പെടുത്തിയതാണ് വിമർശകരിൽ സംശയം ജനിപ്പിച്ചത്. എംബസി പുറത്തുവിട്ട നിർദ്ദേശങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങളാണ് പ്രധാനമായും സംശയങ്ങൾക്ക് ആധാരമായി ചില രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വൻ ജനക്കൂട്ടം, വൻതോതിലുള്ള കൂട്ടായ്മകൾ, വലിയതോതിലുള്ള പ്രക്ഷോഭം, ഗതാഗത തടസ്സങ്ങൾ, കടുത്ത സുരക്ഷാ നടപടികൾ തുടങ്ങിയ വാക്കുകൾ കേവലം ഒരു സാധാരണ സുരക്ഷാ മുന്നറിയിപ്പിനുമപ്പുറം സംഭവത്തിൻ്റെ തീവ്രത മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ളതാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു.
ദില്ലി പോലീസിൻ്റെയും തദ്ദേശീയ ഭരണകൂടത്തിൻ്റെയും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് എംബസി കൃത്യമായി പ്രവചിച്ചതിലൂടെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ബാഹ്യശക്തികളുടെയോ അമേരിക്കൻ ഇടപെടലുകളുടെയോ സാന്നിധ്യമുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു തുടങ്ങി. അമേരിക്കൻ പൗരന്മാരോട് ഇത്തരം പ്രതിഷേധ സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും യാത്രാ വഴികൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാനും താഴ്ന്ന പ്രൊഫൈൽ സൂക്ഷിക്കാനും എംബസി ഉപദേശിച്ചിരുന്നു. എന്നാൽ ഇതിനെ കേവലം ഗൂഢാലോചന സിദ്ധാന്തമായി കാണുന്ന നയതന്ത്ര വിദഗ്ധരും കുറവല്ല. ലോകമെമ്പാടുമുള്ള തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമായി നിലനിർത്തുക എന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും നയതന്ത്ര കാര്യാലയങ്ങളുടെ പ്രാഥമിക ചുമതലയാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിഷേധ സംഘടനകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താ സമ്മേളനങ്ങളിലൂടെയും പരസ്യമായി നടത്തുന്ന ആഹ്വാനങ്ങൾ, പോലീസിൻ്റെ അനുമതി അപേക്ഷകൾ, പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ തുടങ്ങിയ തുറന്ന വിവര സ്രോതസ്സുകളിൽ നിന്ന് തന്നെയാണ് എംബസി ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത്. കർഷക സംഘടനകളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ദില്ലി ചലോ മാർച്ചിനായി ആഴ്ചകൾക്ക് മുൻപേ പ്ലാൻ ചെയ്തിരുന്നതിനാൽ ഈ വിവരങ്ങൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമായിരുന്നു. അമേരിക്കൻ എംബസിക്ക് ഈ പ്രക്ഷോഭങ്ങളിൽ നേരിട്ട് പങ്കുണ്ട് എന്നോ അല്ലെങ്കിൽ അവർ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നുവെന്നോ തെളിയിക്കുന്ന നേരിട്ടുള്ള യാതൊരുവിധ തെളിവുകളും നിലവിൽ ലഭ്യമല്ല. പ്രക്ഷോഭങ്ങൾ നടക്കാൻ സാധ്യതയുള്ള തീയതികളിൽ മുൻകരുതൽ എന്ന നിലയിൽ നൽകിയ മുന്നറിയിപ്പിനെ ബാഹ്യ ഇടപെടലായി ചിത്രീകരിക്കുന്നത് ജനങ്ങളുടെ ഭീതിയും രാഷ്ട്രീയ ആശങ്കകളും കാരണമാണ് എന്നാണ് ചിലർ പറയുന്നത്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരങ്ങളിലോ കർഷക പ്രക്ഷോഭങ്ങളിലോ അമേരിക്കയ്ക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് കരുതാൻ യാതൊരു തെളിവും നിലവിൽ ലഭ്യമല്ല എങ്കിലും സുരക്ഷാ ഏജൻസികൾ പോലും കണക്കുകൂട്ടുന്നതിന് മുൻപ് ഒരു വിദേശ എംബസി പ്രതിഷേധത്തിൻ്റെ വ്യാപ്തി കൃത്യമായി അടയാളപ്പെടുത്തിയത് ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷണ രംഗത്തും വലിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിമരുന്നിടും എന്നതിൽ തർക്കമില്ല. ദില്ലിയിലെ ജന്തർ മന്ദറിലും പാർലമെൻറ്റ് പരിസരത്തും കഴിഞ്ഞ ദിവസം നടന്ന ശക്തമായ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങൾക്ക് തൊട്ടു മുൻപ് ദില്ലിയിലെ അമേരിക്കൻ എംബസി നൽകിയ വിദേശ പൗരന്മാർക്കുള്ള മുൻകൂർ ജാഗ്രതാ നിർദ്ദേശവും CJP തുടങ്ങിയ പുതിയ യുവജന കൂട്ടായ്മകളുടെ പെട്ടെന്നുള്ള ആവിർഭാവവും വിദേശ ഫണ്ടിംഗ് ആരോപണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. രാജ്യത്ത് ഉയർന്നു വരുന്ന ഇത്തരം വലിയ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ സാമ്പത്തികവും തന്ത്രപരവുമായ ബാഹ്യശക്തികളുടെ ഒത്താശയുണ്ടോ എന്ന ചർച്ചകൾ ശക്തമാകുന്നതിന് പിന്നിൽ ആഗോളതലത്തിലെ ചില പ്രധാന ഭൗമരാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഏഷ്യൻ മേഖലയിൽ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിലും വളർന്നു വരുന്ന സൈനിക ശക്തി എന്ന നിലയിലും ഇന്ത്യ കൈവരിക്കുന്ന വളർച്ചയെ നിരീക്ഷിക്കുക എന്നത് അമേരിക്ക പോലെയുള്ള വൻ ശക്തികളുടെ ആവശ്യമാണ്. ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യയെ ഒരു സഖ്യകക്ഷിയായി അമേരിക്ക കാണുന്നുണ്ട് എങ്കിൽ കൂടി ഏതെങ്കിലും ഒരു വിദേശ ശക്തിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ തന്ത്രപരമായ സ്വയംഭരണം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ വിദേശ നയം അമേരിക്കയ്ക്ക് പൂർണ്ണമായി തൃപ്തികരമല്ല. റഷ്യയുമായി തുടർന്നു പോരുന്ന ആഴത്തിലുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങളും ഡോളർ ഇതര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്ന ബ്രിക്സ് കൂട്ടായ്മയിലെ ഇന്ത്യയുടെ സജീവ സാന്നിധ്യവും അമേരിക്കൻ ഏജൻസികളെ പ്രകോപിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അതിനാൽ തന്നെ സ്വതന്ത്ര നിലപാടുള്ള ശക്തമായ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കാനും നയതന്ത്ര മേശപ്പുറത്ത് തങ്ങൾക്ക് അനുകൂലമായ സമ്മർദ്ദതന്ത്രങ്ങൾ രൂപീകരിക്കാനും ഇത്തരത്തിലുള്ള ആഭ്യന്തര അസ്വസ്ഥതകൾ വഴിവെക്കാറുണ്ട്. രണ്ടാമതായി, സാമ്പത്തിക താല്പര്യങ്ങളും വിപണി കൈയാളാനുള്ള മത്സരവും ഇവിടെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വലിയ ഉപഭോക്തൃ വിപണിയിലേക്ക് തടസ്സങ്ങളില്ലാതെ പ്രവേശിക്കുന്നതിനും കാർഷിക സാങ്കേതിക പ്രതിരോധ മേഖലകളിൽ തങ്ങൾക്ക് അനുകൂലമായ ഉഭയകക്ഷി വ്യാപാര കരാറുകൾ ഒപ്പുവെക്കുന്നതിനും ആഭ്യന്തര തലത്തിൽ ഉയർന്നു വരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ വിദേശ ഏജൻസികൾ ഒരു ഉപകരണമായി മാറ്റാറുണ്ട്. ആഭ്യന്തര സമ്മർദ്ദം ശക്തമാകുമ്പോൾ ഭരണകൂടത്തിന് ബാഹ്യശക്തികളുമായി നയതന്ത്ര വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന തന്ത്രമാണ് ഇതിന് പിന്നിലുള്ളത്. മൂന്നാമതായി, ആഗോളതലത്തിൽ പല രാജ്യങ്ങളും പ്രയോഗിച്ച് വിജയിച്ച നിഴൽ യുദ്ധതന്ത്രങ്ങൾ അഥവാ സോഫ്റ്റ് പവർ ഉപയോഗിച്ചുള്ള ഇടപെടലുകൾ ഇന്ത്യയിലും പരീക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. നേരിട്ടുള്ള സൈനിക അല്ലെങ്കിൽ നയതന്ത്ര ഇടപെടലുകൾക്ക് പകരം NGOകൾ, ചിന്താസഭകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ എന്നിവ വഴി വലിയ തുകകൾ ഫണ്ടുകളായി എത്തിച്ച് ഒരു രാജ്യത്തിനകത്ത് സർക്കാരിനെതിരെ ജനവികാരം രൂപപ്പെടുത്തുക എന്നത് വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെ രീതിയാണ്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും തൊഴിലില്ലായ്മയോ പരീക്ഷാ ക്രമക്കേടുകളോ പോലുള്ള ന്യായമായ ആശങ്കകളെ സമർത്ഥമായി ഉപയോഗിച്ച് ഭരണകൂട വിരുദ്ധതയും ക്രമസമാധാന തകർച്ചയും സൃഷ്ടിക്കാൻ ഇത്തരം ഏജൻസികൾ ശ്രമിക്കാറുണ്ട്. ചുരുക്കത്തിൽ CJPക്ക് നേരിട്ട് വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ടോ എന്നത് ഔദ്യോഗിക അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കേണ്ട കാര്യമാണെങ്കിലും സാമ്പത്തികമായും സൈനികമായും അതിവേഗം മുന്നേറുന്ന ഇന്ത്യയെ പൂർണ്ണമായും തങ്ങളുടെ നയതന്ത്ര ഭരണപഥത്തിൽ നിലനിർത്താനായി ഇത്തരം സന്ദർഭങ്ങളെ വിദേശ ഏജൻസികൾ പ്രയോജനപ്പെടുത്താറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.
ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെയും പ്രാദേശിക ശക്തി എന്ന നിലയിലുള്ള വളർച്ചയും തടസ്സപ്പെടുത്തുക എന്നതാണ് ഏഷ്യൻ മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ ഇത്തരം വിദേശ നീക്കങ്ങൾക്ക് പിന്നിലുള്ള പ്രധാന പ്രേരക ശക്തിയാകുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.